അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന എയർപോർട്ടിൻ്റെ പേരെന്താണ് വിജി? ഫുക്കറ്റ് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 2 ഫുൾ ഡേ ടൂർ പാക്കേജാണ്. ഡേ 1 ഫിഫി ഐലൻഡ്സ് ടൂർ, ഡേ 2 ജെയിംസ് ബോണ്ട് ഐലൻഡ്സ് ടൂർ. രണ്ടിൻ്റെയും ടൂർ പ്രൊവൈഡർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഫിഫി ഐലൻഡ് ടൂറിലെ ആദ്യത്തെ ഐറ്റമാണ് മങ്കി ഐലൻഡ് അല്ലെങ്കിൽ മങ്കി ബീച്ച് എന്നറിയപ്പെടുന്ന ഈ ഐലൻഡ്. ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള അനുവാദം തന്നിട്ടില്ല നമ്മുടെ ടൂർ പ്രൊവൈഡർ. ഇവിടുത്തെ മങ്കീസിൻ്റെ നോർമൽ ഹാബിറ്റാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ടാണ് അവരിവിടെ നമ്മളെ ടൂറിസ്റ്റുകളെ ഇറക്കാതിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എനിവേ ഞങ്ങളിവിടെ നോക്കുമ്പോൾ മറ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ മറ്റ് പാക്കേജിൽ വന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങി കാണുന്നുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൂർ പാക്കേജ്. അതുകൊണ്ട് ഞങ്ങളുടെ ടൂർ പാക്കേജിൽ വന്നവർക്ക് ഇവിടെ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ ഡേ 1 ഐറ്റിനറിയിലെ ആദ്യത്തെ ഐറ്റം മങ്കി ബീച്ച് ഇതാണ്. അപ്പോൾ ഞങ്ങളിവിടെ സ്നോർക്കലിംഗ് ആണ് ആദ്യത്തെ ഐറ്റം. അപ്പോൾ നമ്മളിത് പാക്കേജാണ്. അപ്പം ആദ്യത്തെ മങ്കി ബീച്ച് കഴിഞ്ഞിട്ട് അതിനെ തൊട്ടടുത്ത് തന്നെ സ്നോർക്കലിംഗ് പിടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഫിഫി ഐലൻഡ് ടൂറിലാണ്. ബോട്ട് ഇവിടെ നിർത്തി ചില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് വൈക്കിങ്സ് കേവ്. ഇവിടെ ഇറങ്ങാൻ അനുവാദമില്ല. ബോട്ട് ഇവിടെ നിർത്തിത്തരും. അല്പം നേരം കാണാനും ഫോട്ടോ എടുക്കാനും സാധിക്കും. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല വിശപ്പ് തോന്നുന്ന സമയത്ത് കറക്റ്റ് അടുത്ത സ്റ്റോപ്പ് വരും. സ്റ്റോപ്പ് നമ്പർ 3 ലഞ്ച് ഐലൻഡ്. ഇവിടെയാണ് ലഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ബൊഫെ ലഞ്ചാണ്. അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. സീ ഫുഡ്, ചിക്കൻ ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. പക്ഷേ ബിയർ, വൈൻ, ആൽക്കഹോൾ എന്നിവ പേയബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ലഞ്ച് കഴിഞ്ഞ് അല്പനേരം ഈ ബീച്ച് ഐലൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയിൽ നമുക്ക് അല്പം ഫോട്ടോ എടുക്കാനും കറങ്ങാനും ഒക്കെ ഉള്ള സമയം കിട്ടുന്നതാണ്. ലഞ്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത സ്റ്റോപ്പ് നമ്പർ 4. ഇവിടെ ആക്ച്വലി സ്റ്റോപ്പില്ല. പീലെ ലഗൂൺ ആൻഡ് ലോസിമ ബേ എന്ന് പറയുന്ന ഏരിയ കൂടെയുള്ള ബോട്ട് യാത്രയാണ്. ഈ ഏരിയ ബോട്ടിലിരുന്ന് കാണാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനോഹരമാണ്, അടിപൊളി. ബോട്ട് സ്ലോ ചെയ്ത് തന്ന് സ്ലോ ആയിട്ടാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിർത്തുന്ന പരിപാടിയില്ല. പലരും കേട്ട് കാണും, ഇവിടെ തായ്ലൻഡിലെ ഒരു മേജർ അട്രാക്ഷനാണ് ഫൂക്കറ്റ് എന്ന സിറ്റിയുടെ അടുത്തുനിന്ന് ഒരു ബോട്ട് ട്രിപ്പ് ചെയ്ത് ഫിഫി ഐലൻഡ്സ് ഗ്രൂപ്പിലെ ഒരു മായാ ബേ എന്ന് പറഞ്ഞ സംഭവം. അതായത് മായാ ബേ ഭയങ്കര പോപ്പുലർ ആയത് നമ്മുടെ ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ 1999 ഇറങ്ങിയൊരു മൂവിയാണ് ദി ബീച്ച് എന്ന മൂവിയിൽ. തായ്ലൻഡ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരുന്നെന്ന്. അതുപോലെ തന്നെ ദി ബീച്ച് എന്ന് പറഞ്ഞ മൂവിയിൽ വന്നപ്പോഴൊക്കെയാണ് ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതും ഈ സ്ഥലങ്ങളൊക്കെ, ഈ ബീച്ചുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് ആൾക്കാർ തിരിച്ചറിയുന്നതും. അതുപോലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഈ ബീച്ചിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറാൻ തുടങ്ങിയതും. അത് അന്ന് മുതൽ ഇന്ന് വരെ അത് തുടരുകയാണ്. എന്നിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചസ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മായാ ബേ. അങ്ങനെ ഞങ്ങളുടെ ഡേ 1 ഫിഫി ഐലൻഡ്സ് ടൂർ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ഞങ്ങൾ ജെയിംസ് ബോണ്ട് ഐലൻഡ്സ് ടൂർ ഉണ്ട്. മിസ് യു ഡേ 1, വെൽക്കം ഡേ 2.
ഞാനും ബിജിയും ഇവിടെ പനാക്ക് ഐലൻഡിലാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡ് പാക്കേജ് ബുക്ക് ചെയ്താണ്. ഹെൽമെറ്റ് തലയിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡും റോക്സും ഒക്കെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളിവിടെ കേവിനകത്തേക്ക് കയറി പോവുകയാണ്. Today half moon. When half moon, we can use shape. After that, tomorrow I cannot. The day after also I cannot. I must do waiting up there. Let's waiting. We not സ്റ്റോപ്പ് ഇതാണ് ഹോങ് ഐലൻഡ്. ഹോങ് ഐലൻഡിൽ നമുക്ക് റാഫ്റ്റിംഗ് ആണ്. അവർ തുഴഞ്ഞു തരും. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ നീന്തൽ അറിയാൻ മേലാത്തവർക്ക് ലൈഫ് ജാക്കറ്റ് ഇടാം. അത് ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ ഇതിന് മുമ്പത്തെ ഐലൻഡിൽ നിന്ന്. ടിജി നമ്മൾ ബാംബൂ ബോട്ട് റൈഡ് ചെയ്തല്ലേടാ? അതുപോലെ തന്നെ ഇതാണ് അന്നത്തെ മറ്റേ ഓപ്ഷൻ ആയിരുന്നു റാഫ്റ്റിംഗ്. നമ്മളിങ്ങനെ നടന്ന് പോവാം. നല്ല കാറ്റ് കയറി വരുന്നുണ്ട്. നല്ല തിരയുണ്ട്. അത്യാവശ്യം ഒരു റാഫ്റ്റിൽ നല്ല സുഖമാണ്. ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം നീന്തൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിർബന്ധമുള്ളവർക്ക് എടുക്കാം ലൈഫ് ജാക്കറ്റ്. പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇതുപോലെ ഒരു സംഭവം ഞാനിത് ആദ്യമായിട്ടാണ്. ഹോങ് ഐലൻഡിൽ റാഫ്റ്റിംഗ് ഞങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് പാക്കേജായിട്ടാണ് നമ്മൾ എടുത്തെങ്കിലും വളരെ റിലാക്സ്ഡ് ആണ്. ഇത് തന്നെയായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഹോങ് ഐലൻഡിലെ റാഫ്റ്റിംഗ് മസ്റ്റ് ഡു. ഇപ്പം വ്യൂ ഒക്കെ ചുറ്റുവട്ടവും കാണിച്ചു തരാം. അതുപോലെ മേളിൽ ഒരു ഇടുക്കാണ്. അപ്പോൾ ആ ഇടുക്കിൻ്റെ മേളിൽ ആകാശം കാണാം. കടൽ ഇതിൻ്റെ ഇടയ്ക്ക് കീറി വന്നിരിക്കുന്നതാണ്. കാണാവുന്നതാണ്. അതുപോലെ നമ്മുടെ ബോട്ടൊക്കെ കിടക്കുന്ന വശം അങ്ങ് പിന്നിലായിട്ട് അവിടെയും കാണാവുന്നതാണ്.
പുറകിലായി നിങ്ങൾ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഇതിവിടെ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജും. ഇവിടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. ആ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾക്ക് ഇവിടുത്തെ തനിമയാർന്ന ഒരു ഐലൻഡ്സ് കാണാം. ഇവിടെ മാത്രം കണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. ഈ ടൈപ്പ് ഐലൻഡ്സ് ഇവിടെ കാണാം. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത സ്റ്റോപ്പാണ്. ഖാവോ ടിങ് കാൻ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ആ പുറകിൽ കാണുന്ന ആ ഐറ്റത്തിൻ്റെ പേരാണ്. അതായത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നാച്ചുറലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഖാവോ ടിങ് കാൻ ഇത് ബേസിക്കലി ഇത് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് 97 മറ്റോ ഒരു ജെയിംസ് ബോണ്ടിൻ്റെ ഒരു മൂവി വന്നു. അതിൽ ഫേമസ് ആയ ഐലൻഡാണ്. അപ്പോൾ ഈ അട്രാക്ഷൻ മാത്രമല്ല, ഇതല്ലാതെ മെയിൻ അട്രാക്ഷനായ ജെയിംസ് ബോണ്ട് ഐലൻഡ് ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. 45 മിനിറ്റാണ് ഇവിടെ നമ്മളെ ഇറക്കി വിട്ടിരിക്കുന്നത്. ആ ഗുഹയുടെ അകത്ത് ഒരല്പം നേരം കയറിയിരിക്കുകയാണ്. നല്ല ഇളം കാറ്റുണ്ട്, ചെറിയ സുഖമുള്ള കാറ്റുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 2 ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത് നമ്മൾ കാത്തിരുന്ന അട്രാക്ഷനിലേക്ക് പോവുകയാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡ്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ജെയിംസ് ബോണ്ട് ഐലൻഡ് കാണാം. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ്. ജെയിംസ് ബോണ്ടിൻ്റെ 97 ഇറങ്ങിയ ഒരു മൂവി ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ മുതലാണ് ഈ ഐലൻഡിന് ഈ പേര് വന്നതും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ പ്രവാഹം ഇങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങിയതും. വളരെ മനോഹരമാണ് സീനറി. ഇതുപോലെ ഒരു സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ 2 ഫുൾ ഡേ സ്പീഡ് ബോട്ടിലാണ് ബീച്ചസ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്തത്. ഈവനിങ്ങിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല പോലെ മടുക്കും. പിന്നെ മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നങ്ങളുള്ളവർ അതിന് വേണ്ട പിൽസും ഒക്കെ കരുതുക. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് അത്യാവശ്യം ഫേമസ് ആയ പാറ്റോങ് ബീച്ചിനടുത്ത് ഹോട്ടൽ ഹാലോ പത്തോങ്ങിലാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഷട്ടിൽ ഉണ്ടായിരുന്നു. ടൂർ പ്രൊവൈഡർ തന്നെ മോർണിംഗ് ആൻഡ് ഈവനിങ് ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തു. അടുത്ത ദിവസം ലോക്കൽ സൈറ്റ് സീയിങ്ങിനായി ഞങ്ങൾ ഒരു സ്കൂട്ടർ റെന്റിനെടുത്തു. 5000 രൂപ എടുത്ത് ഡിപ്പോസിറ്റ് ഉണ്ട്. ₹500 ഒരു 500-ന് മേളിലോട്ട് സ്കൂട്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ തൽക്കാലം ഈ ബുദ്ധയുടെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ബുദ്ധ സ്റ്റാച്യു ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ആണെങ്കിലും ഇത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. കാരണം ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്നാണ് നമുക്ക് ഇവിടുത്തെ നെയ്ബർഹുഡിലെ ആൾക്കാർ പറയുന്നത്. തൊട്ടടുത്തോട്ട് ആൾക്കാരെ കയറ്റുന്നില്ല. നമുക്ക് തൽക്കാലം ഈ ഫാർ അവേ വ്യൂവേ കിട്ടുന്നുള്ളൂ. വീണ്ടും സ്കൂട്ടറിൽ കയറി ഇവിടെ അടുത്തൊരു ടൈഗർ പാർക്ക് കാണാനായിട്ടാണ് അടുത്ത് പോകുന്നത്. നാട്ടിൽ സ്കൂട്ടർ ഓടിക്കാൻ ഭയമില്ലാത്തവർക്ക് ഇവിടെയും ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റും. കാർ റെന്റൽസും ടാക്സിയും എക്സ്പെൻസീവ് ആണ്. ടൈഗറിൻ്റെ അടുത്ത് പോകണം. ഒരു ടൈഗർ നമ്മളിവിടെ കണ്ടു. അടുത്ത ഇതൊക്കെ മീഡിയം സൈസാണ്. അത് 2 year ഓൾഡുള്ള ടൈഗർ. ഓക്കെ ടോപ്പ് നമ്മളിവിടെ ഇരുന്ന് ടൈഗർ നമ്മളെ ടൈഗറിൻ്റെ സ്ഥലത്ത് ഒരു 5-6 കൂടുണ്ട്. അതിനകത്ത് മീഡിയം, സ്മോൾ, ലാർജ് അങ്ങനെ 3 കാറ്റഗറിയുള്ള ടൈഗേഴ്സാണുള്ളത്. ഇതിന് നമ്മൾ തൊട്ട് തലയുടെ അതിൻ്റെ ഫ്രണ്ടിൽ തൊടല്ലെന്ന് ആദ്യം തന്നെ പറയും. ഫ്രണ്ട് വശം ബാക്കിലോട്ടേ പറ്റത്തുള്ളൂ. അതിൻ്റെ ബാക്കിലൊക്കെ തൊട്ടാൽ ഒരു കൂടിനകത്ത് മിനിമം 2 ടൈഗറെങ്കിലും കാണും. അതിനകത്ത് ഇൻസ്ട്രക്ടേഴ്സ് ഒരു 3-4 പേര് കാണും. അപ്പോൾ അവർ ചുറ്റും ഫ്രണ്ടിലൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുമായിരിക്കും. ഈ ടൈഗർ എപ്പോഴും മയങ്ങി തന്നെ അവിടെ കടപ്പായിരിക്കും. അതിനെ പുറകിൽ നമ്മളിങ്ങനെ തലോടിക്കൊണ്ടൊക്കെ അങ്ങ് ഇരിക്കുക, വാലെ പിടിക്കാം, അതിൻ്റെ പുറകിലത്തെ കാലൊക്കെ വേണമെങ്കിൽ തൊടാം. അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. 920 ബാത്താണ് മീഡിയത്തിന്. സ്മോളിനും സെയിം പ്രൈസാണ്. ലാർജിന് 1020 ആണ്. ഞങ്ങൾ ടോട്ടൽ 4 നൈറ്റാണ് ഫൂക്കറ്റിൽ സ്റ്റേ ചെയ്തത്.
തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫൂക്കറ്റ് ആണോ കറാബി ആണോ ബെറ്റർ എന്ന്. കറാബി ഇതുപോലെ തന്നെ മറ്റൊരു സിറ്റിയാണ്. അവിടുന്നും നമ്മുടെ ആദ്യത്തെ 2 ദിവസത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ബോട്ട് ട്രിപ്പായിരുന്നു. ഫിഫി ഐലൻഡ്സ് ടൂർ, ജെയിംസ് ബോണ്ട് ഐലൻഡ്സ് ടൂർ. ഇത് കറാബിയിൽ നിന്നും ചെയ്യാവുന്നതാണ്. ഫൂക്കറ്റ് അല്പം കൂടെ ടൂറിസ്റ്റുകളും തിരക്കുള്ള സിറ്റിയും കറാബി അല്പം കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള സിറ്റിയുമാണ്. അതുകൊണ്ട് ഫാമിലി ടൂർ ആണെങ്കിൽ കറാബി പ്രിഫർ ചെയ്യുക, ഫ്രണ്ട്സ് ട്രിപ്പ് ആണെങ്കിൽ ഫൂക്കറ്റ് പ്രിഫർ ചെയ്യുക. ഇതാണ് എൻ്റെ അഭിപ്രായം. നാളെ ഒരേ ഒരു ദിവസത്തേക്ക് വേണ്ടി കറാബി ഒന്ന് കണ്ടു കളഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു. ബസ് ടെർമിനലിലെത്തിയിരിക്കുകയാണ്. തൊട്ടടുത്താണ് നമ്മുടെ ഇരിക്കുന്ന ഹോട്ടൽ. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നടക്കാൻ വാക്കബിൾ ഡിസ്റ്റൻസ്. ഇവിടെ